വഖഫിന്റെ ഒരു ആമുഖം ബഹുമാനനായിട്ടുള്ള അധ്യക്ഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമങ്ങളെ പറ്റി, അതിന്റെ അനിവാര്യതയെ പറ്റി, അത് എന്തുകൊണ്ടൊരു അടിയന്തരമായിട്ടുള്ള ആവശ്യമാകുന്നു എന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു പശ്ചാത്തലം ഇവിടെയുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 8-ാം തീയതി നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റിൽ പുതിയ വഖഫ് ഭേദഗതി നിയമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ആ ഭേദഗതി നിയമങ്ങൾ 1995 രൂപീകരിച്ചിട്ടുള്ള വഖഫ് ആക്ടിനെയും 2013 കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതികളെയും തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ആ ഭേദഗതികൾ പ്രതിപക്ഷത്തിന്റെ വലിയ ബഹളം കാരണം സഭയിൽ പാസ്സാക്കാൻ സാധിക്കാതെ വരികയും പിന്നീട് അതൊരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ JPC പരിഗണനയ്ക്കായി വിടുകയും ആ JPC പരിഗണനയ്ക്ക് ശേഷം അടുത്ത വർഷം ബജറ്റ് സെഷന്റെ അവസാന ദിവസത്തിൽ, മനസ്സിലാക്കുന്നത് ഏപ്രിൽ മാസത്തിലായിരിക്കും, 2025 ഏപ്രിൽ മാസത്തോടുകൂടി അത് വീണ്ടും പാർലമെന്റിൽ സഭയിൽ വരികയാണ്. ഇതിനോടകം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ പരിഗണനകൾ, വലിയ കൺസിഡറേഷൻസ് നമ്മുടെ JPC നടത്തിയിട്ടുണ്ട്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി, ജഗദാംബിക പാലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. 196 സംഘടനകളുമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതാണ്ട് 196 സംഘടനകളുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തി. പൊതുസമൂഹത്തിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരാഞ്ഞു. 96 ലക്ഷം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പരിശോധിച്ചു. ഈ പരിശോധനകളുടെയും ഈ നിർദ്ദേശങ്ങളുടെയും ഈ ശുപാർശകളുടെയും ഈ കൂടിക്കാഴ്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന വഖഫ് നിയമത്തിന് വളരെ പ്രധാനമായിട്ടുള്ള ചില ഭേദഗതികൾ ആവശ്യമാണ് എന്ന ധാരണയിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താണ് ഈ ഭേദഗതിയുടെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് അടിസ്ഥാനപരമായിട്ടൊരു ഭേദഗതി, എന്താണൊരു നിയമം എന്നതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. നീതി നടപ്പാക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ നിയമത്തെ സങ്കല്പിക്കുന്നത്. ലോ ഈസ് എ ടൂൾ ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് എന്നാണ് പൊതുവെ പറയുക. നീതി നടപ്പാക്കാനുള്ള ഒരു ആയുധമാണ് നിയമം. എന്നാൽ ഒരു നിയമം, ഒരു അനീതിയെ പരിഹരിക്കാൻ വേണ്ടി രൂപീകരിച്ചതായിട്ടുള്ള ഒരു നിയമം സമൂഹത്തിൽ നീതി നടപ്പാക്കുന്നതിന് പകരം കൂടുതൽ വലിയ അനീതിയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ ആ നിയമം തന്നെ ഒരു തിന്മയായി ഭവിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ആ നിയമത്തിന്റെ സ്വഭാവത്തെ പരിവർത്തനം ചെയ്തുകൊണ്ട് അതിനെ യഥാർത്ഥത്തിൽ നീതിയുക്തമാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബദലായിട്ടുള്ള ശ്രമം വേണ്ടി വരുന്നത്. അത്തരം ഘട്ടങ്ങളിലാണ് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുള്ള നിയമങ്ങളിൽ നമ്മൾ ഭേദഗതികൾ കൊണ്ടുവരാറുള്ളത്. എന്താണ് ഇപ്പോൾ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട ഒരു ഭേദഗതിയുടെ അടിയന്തരമായിട്ടുള്ള സാഹചര്യം? അല്ലെങ്കിൽ വഖഫ് നിയമം നിലനിൽക്കുന്ന മട്ടിലാണെങ്കിൽ അത് നീതിയല്ല പ്രദാനം ചെയ്യുന്നത്, അത് കൂടുതൽ വലിയ അനീതിയാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയാനുള്ള പശ്ചാത്തലം എന്താണ്? അത് വിശദീകരിക്കുമ്പോൾ 1-2 സംഭവങ്ങളിലൂടെ ആ കഥ പറഞ്ഞു പോവാം എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. എങ്കിലും അവയിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കും, ഒരു ആമുഖം എന്നുള്ള രീതിയിൽ. ആദ്യത്തെ സംഭവം 2022 തമിഴ്നാട്ടിൽ സംഭവിക്കുന്നതാണ്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന ജില്ലയുണ്ട്, ട്രിച്ചി എന്ന് വിളിക്കും. ബ്രിട്ടീഷുകാർ സൗകര്യാർത്ഥം വിളിച്ചതാണ് ട്രിച്ചി എന്ന്. തിരുച്ചിറപ്പള്ളി എന്നാണ് പഴയ പേര്. ആ തിരുച്ചിറപ്പള്ളി ജില്ലയിൽ തിരുച്ചെന്തുരൈ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ തിരുച്ചെന്തുരൈ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആകെ 360 ഏക്കർ ഭൂമിയാണുള്ളത്. 2250 താമസക്കാർ ആ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട്. ആ തിരുച്ചെന്തുരൈ ഗ്രാമത്തിലെ താമസക്കാരനായിരുന്നു C. രാജഗോപാൽ എന്ന പേരുള്ള ഒരു കർഷകൻ. അദ്ദേഹത്തിന്റെ 5 തലമുറകളായിട്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. തിരുച്ചെന്തുരൈ ഗ്രാമത്തിൽ താമസിച്ചു വരുന്നവരാണ്. അദ്ദേഹം കൃഷി ചെയ്യുന്ന ഭൂമി അദ്ദേഹത്തിന്റെ പൂർവിക സ്വത്തായിട്ട്, പൈതൃക സ്വത്തായിട്ട് അദ്ദേഹത്തിന് കൈമാറി ഭാഗിച്ച് കിട്ടിയതാണ്. അങ്ങനെ 5 തലമുറകളായിട്ട് താൻ കൃഷി ചെയ്തു വരുന്ന ഭൂമി ഒരു ദിവസത്തിൽ തന്റെ മകളുടെ വിവാഹത്തിന്റെ ആവശ്യാർത്ഥം രാജഗോപാൽ വിൽക്കാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിട്ടല്ല, അദ്ദേഹത്തിന് കൃഷി നടത്തണം തന്നെയാണ് ആഗ്രഹം. പക്ഷേ മകളുടെ വിവാഹത്തിനുള്ള പണം സമ്പാദിക്കാൻ മറ്റ് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മനസ്സോടുകൂടി പൈതൃക സ്വത്തായി കൈമാറി കിട്ടിയിട്ടുള്ള 1.2 ഏക്കർ കൃഷിഭൂമി വിൽക്കാൻ രാജഗോപാൽ തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് രാജഗോപാൽ തിരുച്ചെന്തുരയിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോകുന്നു. അവിടെ നിന്ന് പക്ഷെ അദ്ദേഹത്തിന് SROയിൽ നിന്ന് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഭൂമി വിൽക്കാൻ സാധ്യമല്ല, കാരണം ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട് വഖഫ് ബോർഡ് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂമി വിൽക്കണമെങ്കിൽ മാത്രമല്ല, ഈ ഭൂമി ഏതെങ്കിലും തരത്തിൽ ക്രയവിക്രയം ചെയ്യണമെങ്കിൽ, ഇത് ബാങ്കിൽ വെച്ചിട്ട് ലോൺ എടുക്കണമെങ്കിൽ, എന്ത് കാര്യം ഈ ഭൂമിയായി ബന്ധപ്പെട്ട് ചെയ്യണമെങ്കിലും നിങ്ങൾ തമിഴ്നാട് വഖഫ് ബോർഡിൽ നിന്നൊരു NOC മേടിച്ചിരിക്കണം എന്നാണ്. NOC എന്ന് പറഞ്ഞാൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറയുന്ന ഒരു NOC നിങ്ങൾ മേടിച്ചിരിക്കണം എന്നാണ്. സ്വാഭാവികമായിട്ട് രാജഗോപാൽ ആകെ അത്ഭുതപ്പെട്ടുപോയി. ആ ഭൂമി വഖഫ് ഭൂമിയാവാൻ യാതൊരു ന്യായവുമില്ല. ഞാൻ പറഞ്ഞതുപോലെ 5 തലമുറയായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഭൂമി, എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം കൃഷി ചെയ്ത് വന്നിരുന്ന ഭൂമി,
അദ്ദേഹത്തിന്റെ ഗ്രാമമാണെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ഭൂപ്രഭുത്വത്തിന് കീഴിലോ മുസ്ലിം രാജഭരണത്തിന് കീഴിലോ ഉണ്ടായിരുന്നില്ലാത്തൊരു സ്ഥലം. ഈ തിരുച്ചന്ദ്രി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു മുസ്ലിം താമസക്കാരൻ പോലും ഇല്ല. 100% ഹിന്ദു വില്ലേജാ. ഈ പറഞ്ഞ 2250 താമസക്കാർ മുഴുവൻ പേരും ഹിന്ദുക്കളാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ആരും ആ ഗ്രാമത്തിലില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് വഖഫ് ഭൂമി വരുന്നത്? സ്വാഭാവികമായിട്ട് രാജഗോപാൽ അതിന്റെ പിന്നിലെ കാര്യം അന്വേഷിച്ചു പോയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്ന കൗതുകകരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള വസ്തുത, രാജഗോപാലിന്റെ 1.2 ഏക്കർ ഭൂമി മാത്രമല്ല, തിരുച്ചെന്തുരൈ എന്ന് പറയുന്ന ഗ്രാമം മുഴുവൻ വഖഫ് ഭൂമിയാണ് എന്നാണ് തമിഴ്നാട് വഖഫ് ബോർഡ് പറയുന്നത്. 2250 താമസക്കാരുള്ള 360 ഏക്കറുള്ള തിരുച്ചെന്തുരൈ എന്ന് പറയുന്ന ഒരു ഗ്രാമം മുഴുവൻ വഖഫ് ഭൂമിയാണെന്നാണ്. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. തിരുച്ചെന്തുരൈ എന്ന് പറയുന്ന ഗ്രാമമല്ല, ട്രിച്ചി ജില്ലയിൽപ്പെടുന്ന, തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന ജില്ലയിൽപ്പെടുന്ന 18 ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ട് വഖഫ് ഭൂമിയാണ് എന്നാണ് തമിഴ്നാട് വഖഫ് ബോർഡിന്റെ വാദം. എന്നാൽ ഇത് ട്രിച്ചിയിൽ അവസാനിക്കുന്നുണ്ടോ? ഇത് ട്രിച്ചി എന്ന് പറയുന്ന ജില്ല കൊണ്ട് അവസാനിക്കുന്നില്ല. തമിഴ്നാട്ടിലെ 6 ജില്ലകളിലായിട്ട് 50,000 ഏക്കർ ഭൂമിയാണ് തമിഴ്നാട് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നത്. രാജാപ്പേട്ട്, ആക്കോട്ട്, പാളയം, അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ധാരാളം ഭൂമികൾ വഖഫ് ഭൂമിയാണ്, ഗ്രാമങ്ങൾ ഉൾപ്പെടെ. അല്ലെങ്കിൽ തിരുച്ചെന്തുരൈ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കൗതുകമുണ്ട്. ഈ തിരുച്ചെന്തുരൈ ഗ്രാമത്തിൽ മാനേന്ത്യവള്ളി ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം എന്ന പേരിലൊരു പുരാതന ശിവക്ഷേത്രമുണ്ട്. രാജേന്ദ്ര ചോളന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് ആ ക്ഷേത്രം എന്നാണ് വിശ്വാസം. രാജേന്ദ്ര ചോളന്റെ കാലഘട്ടം നിങ്ങൾ തിരഞ്ഞു പോയി കഴിഞ്ഞാൽ 1500 വർഷം പുറകോട്ടാണ് രാജേന്ദ്ര ചോളന്റെ ഭരണം ഉണ്ടായിരുന്നത്. ഇസ്ലാമിക വിശ്വാസ പ്രകാരം ജബ്രീൽ മാലാഖയിലൂടെ മുഹമ്മദ് നബിക്ക് ആദ്യത്തെ ഖുറാന്റെ ആയത്ത് പകർന്നു കിട്ടുന്നത് 610 AD കണക്ക് കൂട്ടിയാൽ ഇസ്ലാം മതം അറേബ്യയിൽ ആവിർഭവിച്ചിട്ട് ഇന്ന് വരെ 1414 കൊല്ലങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഇസ്ലാം മതം ഉണ്ടാവുന്നതിന് മുൻപേ പഴക്കമുള്ള 1500 വർഷം പഴക്കമുള്ള മാനേന്ത്യവള്ളി ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം ഉൾപ്പെടെ വഖഫ് ഭൂമിയാണ് എന്നാണ് തമിഴ്നാട് വഖഫ് ബോർഡ് പറയുന്നത്. ഇത് തമിഴ്നാട്ടിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല. ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ തരത്തിലുള്ള അധിനിവേശമാണ്. ഏത് ഭൂമിയും വഖഫ് ഭൂമിയായി മാറുന്ന ഒരു രേഖയുമില്ലാതെ, ഒരു തെളിവുമില്ലാതെ, ഒരു വാദവുമില്ലാതെ, ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ താമസിക്കുന്ന, നിങ്ങൾ ഉണ്ടുറങ്ങുന്ന, നിങ്ങൾ കഴിഞ്ഞുകൂടുന്ന നിങ്ങളുടെ ഭൂമി വഖഫ് ഭൂമിയായി മാറുന്ന ഒരു പ്രതിഭാസം ഇത് ഇന്ത്യയിൽ ഉടനീളം കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ കണ്ടുവരികയാണ്. രണ്ടാമത്തെ സംഭവം നടക്കുന്നത് മധ്യപ്രദേശിലാണ്. അത് നടക്കുന്നത് 2023 ആ സംഭവം ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. കാരണം മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട വിചാരണയാണ്. ഇപ്പോൾ കോടതിയുടെ നടപടികളൊക്കെ ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയതിന് ശേഷം ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും പ്രൊസീഡിങ്സ് ഒക്കെ യൂട്യൂബിൽ കാണാനുള്ള സൗകര്യം നമുക്കുണ്ട്. അങ്ങനെ എല്ലാവരും യൂട്യൂബിൽ കണ്ട് വൈറലായി മാറിയിരുന്ന ഒരു വീഡിയോ ആണ് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ബുറാൻപൂർ ഫോർട്ടിന്റെ അവകാശവുമായി ബന്ധപ്പെട്ട് നടന്നൊരു തർക്കം. അപ്പോൾ മധ്യപ്രദേശിലാണ് ബുറാൻപൂർ ഫോർട്ട് എന്ന് പറയുന്ന പഴയ ഒരു മുഗൾ കാല നിർമ്മിതിയാണ്. 4.5 ഹെക്ടേഴ്സ് ലാൻഡാണ്, 4.5 ഹെക്ടർ എക്സ്റ്റെൻഡിൽ നിൽക്കുന്ന ഒരു പഴയ കോട്ടയാണ് ബുറാൻപൂർ ഫോർട്ട്. ഈ ബുറാൻപൂർ ഫോർട്ട് ആവട്ടെ 1923 മുതൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ്. പുരാവസ്തു ഗവേഷണ വകുപ്പ് എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സർവേ 1904 ഉണ്ടായിട്ടുള്ള ആൻഷ്യൻ മോണ്യുമെന്റ്സ് പ്രിസർവേഷൻ ആക്ട് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള രാജ്യത്തെ പുരാവസ്തുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനം 1923 മുതൽ കൈകാര്യം ചെയ്യുന്ന ബുറാൻപൂർ ഫോർട്ട് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മധ്യപ്രദേശ് വഖഫ് ബോർഡ് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. ഈ മധ്യപ്രദേശ് വഖഫ് ബോർഡിന്റെ നോട്ടിഫിക്കേഷനെതിരെ ASI അധികൃതർ ബഹുമാനപ്പെട്ട മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചു. മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഹാജരായിട്ടുള്ള വഖഫ് ബോർഡിന്റെ അധികൃതർ ഉന്നയിച്ചത് അതിനേക്കാൾ കൗതുകകരമായിട്ടുള്ള വാദമാണ്. ബുറാൻപൂർ ഫോർട്ട് മാത്രമല്ല, മധ്യപ്രദേശിലുള്ള മുഗൾ കാല നിർമ്മിതികളായിട്ടുള്ള ആൻഷ്യൻ മോണ്യുമെന്റുകൾ മുഴുവൻ, ഷാ ഷൂജായുടെ ടോംബ്, നാദിർ ഷായുടെ ടോംബ്, ഷാ ബീഗത്തിന്റെ ടോംബ്, ഇങ്ങനെയുള്ള മുഗൾ കാല നിർമ്മിതികൾ മുഴുവൻ വഖഫ് പ്രോപ്പർട്ടിയാണ് എന്നാണ് നിർലജ്ജമായിട്ട് മധ്യപ്രദേശ് വഖഫ് ബോർഡ് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ വാദിച്ചത്. അന്ന് ആ കോടതിയിലെ ന്യായാധിപനായിരുന്ന മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജി അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിച്ചതാണ്. അദ്ദേഹം ചോദിച്ചത്, ഇങ്ങനെയാണ് നിങ്ങളുടെ വാദമെങ്കിൽ നാളെ റെഡ് ഫോർട്ടും ഇന്ത്യ ഗേറ്റും താജ്മഹാലും ഉൾപ്പെടെ വഖഫാണെന്ന് നിങ്ങൾ പറയില്ലേ? ഏറെ വൈകാതെ ഈ രാജ്യം മുഴുവൻ വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് വാദിക്കാനും നിങ്ങൾക്ക് സാധിക്കുമല്ലോ.
അദ്ദേഹത്തിന്റെ ചോദ്യം, അദ്ദേഹത്തിന്റെ ആശങ്ക ന്യായമാണ്. കാരണം ഈ നിയമം കൊടുക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിൽക്കുന്ന ഏത് മോണ്യുമെന്റും വഖഫാണ്, ഏത് സ്വകാര്യ സ്വത്തും വഖഫാണ്, എന്തിന് ആരാധനാലയങ്ങളുടെ ഭൂമികൾ പോലും വഖഫാണ് എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കും എന്നിടത്താണ് ഇതിന്റെ അപകടം നിൽക്കുന്നത്. ഇനി ഇത് തമിഴ്നാട്ടിലോ മധ്യപ്രദേശിലോ പോലെയുള്ള വിദൂര ദേശങ്ങളിൽ മാത്രം നടക്കുന്ന സംഭവമാണെന്ന് വിചാരിക്കേണ്ട. ഇത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൺമുന്നിൽ, നമ്മുടെ മൂക്കിന് കീഴിൽ കൂടി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇരിക്കുന്ന പാലക്കാട് ജില്ലയിലെ എത്രയോ ഏക്കർ ഭൂമി, കൽപ്പാത്തിയിൽ, ധോണിയിൽ എത്രയോ ഏക്കർ ഭൂമി വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നുണ്ട്. കൽപ്പാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രഹാരങ്ങളൊക്കെയുള്ള ആദ്യകാലത്തെ ബ്രാഹ്മിൺ സെറ്റിൽമെന്റ്സ് ഉള്ള സ്ഥലമാണ്. കൽപ്പാത്തിയിലെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡിന് വാദമുണ്ട്. ഈ ധോണിയിലെ ഭൂമി, പിന്നെ ഇവിടെ വേറൊരു സ്ഥലവും കൂടി ഇവിടെ പാലക്കാട്, നൂറണിയിലെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് വാദിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, മുനമ്പം, നമ്മുടെ എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയോട് ചേർന്നിട്ടുള്ള മുനമ്പത്ത് 610 കുടുംബങ്ങൾ കഴിഞ്ഞ 68 ദിവസമായിട്ട് നിരാഹാര സമരം കിടക്കുകയാണ്. എന്തിനാ നിരാഹാരം കിടക്കുന്നത്? നൂറ്റാണ്ടുകളായിട്ട് അവർ കൈവശം വെച്ച് അനുഭവിച്ചു വന്നിരുന്ന ഭൂമി, അതിൽ പലരും 1989-നും 1993-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ കാശ് കൊടുത്ത് സ്വന്തം പേരിൽ ആധാരം ചെയ്ത് മേടിച്ച ഭൂമി. ഈ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് അവർ സർക്കാർ തീരുവകളും നികുതികളും കരങ്ങളും ഒക്കെ അടച്ചിട്ട് സ്വന്തം ഭൂമിയാണെന്ന് ഉറപ്പുവരുത്തിയിരുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ 2019 കേരള വഖഫ് ബോർഡ് വഖഫ് ഭൂമിയായി പ്രഖ്യാപിച്ചു. വഖഫ് ബോർഡിന്റെ ആസ്തി രജിസ്റ്ററിൽ മുനമ്പത്തെ 404 ഏക്കർ ഭൂമി അവർ രേഖപ്പെടുത്തി. എന്താ സംഭവിച്ചത്? മുനമ്പത്തെ പ്രദേശവാസികൾക്ക് അവർ ഉണ്ടുറങ്ങിയിരുന്ന ഭൂമി നഷ്ടപ്പെട്ടു ഒരു സുപ്രഭാതത്തിൽ. ഇപ്പൊ അവർക്ക് കരമടയ്ക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് ആ ഭൂമി വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ സാധിക്കുന്നില്ല, ആ ഭൂമി വിൽക്കാൻ സാധിക്കുന്നില്ല. അവരുടെ എത്രയോ നൂറ്റാണ്ടുകളുടെ സമ്പാദ്യമായിട്ടുള്ള, അവരുടെ പൈതൃക സ്വത്തായിട്ടുള്ള ഭൂമി വഖഫ് ഭൂമിയായി മാറിക്കഴിഞ്ഞു. നമ്മുടെ കൺമുന്നിലാണ്. ഈ മുനമ്പത്താണ് സംഭവിച്ചത്. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം ജില്ലയിലെ തിരൂര് കോടതിയിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്ത തിരൂര് കോടതിയിൽ അറക്കൽ ദേവി ടെമ്പിൾ വേഴ്സസ് വഖഫ് ബോർഡ് എന്ന് പറയുന്നൊരു കേസുണ്ട്. അതായത് മലപ്പുറം ജില്ലയിലെ അതിപുരാതനമായിട്ടുള്ള ദേവീക്ഷേത്രമായിട്ടുള്ള അറക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ 100 ഏക്കർ വരുന്ന ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരള വഖഫ് ബോർഡ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അതിനെതിരെ അറക്കൽ ദേവി ക്ഷേത്രത്തില്, അതായത് ഈ 2013 അമെന്റ്മെന്റ് വരുന്നതിന് മുൻപ് നടന്ന സംഭവം. അതുകൊണ്ട് അതിന്റെ ആളുകൾ അന്ന് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു അമെന്റ്മെന്റ് നടക്കുന്നതിന് മുൻപേ ആയതുകൊണ്ട് ടൈറ്റിൽ സ്യൂട്ട് അല്ലേ, സിവിൽ കോടതികൾക്ക് ഡിസൈഡ് ചെയ്യാനുള്ള അധികാരമുണ്ടല്ലോ, അതുകൊണ്ട് സിവിൽ കോടതി ടൈറ്റിൽ ഡിസൈഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് തിരൂർ സബ് കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അറക്കൽ ദേവി ടെമ്പിൾ വേഴ്സസ് വഖഫ് ബോർഡ്. അപ്പൊ ഏത് ഭൂമിക്കാണ് ഇവിടെ സുരക്ഷിതത്വം ഉള്ളത്? സ്വകാര്യ ഭൂമിക്കുണ്ടോ? ക്ഷേത്രഭൂമിക്കുണ്ടോ? പള്ളിയുടെ ഭൂമിക്കുണ്ടോ? പുരാവസ്തു ഭൂമിക്കുണ്ടോ? ആർക്കിയോളജിക്കൽ സർവേയുടെ നിയന്ത്രണത്തിലുള്ള പ്രൊട്ടക്റ്റഡ് ഭൂമിക്ക് പോലും യാതൊരു സുരക്ഷിതത്വമില്ല. ഏത് ഭൂമിയും വഖഫ് ഭൂമിയാക്കി മാറ്റാൻ സാധിക്കുന്ന മട്ടിൽ വിചിത്രമായി നിർമ്മിച്ചിട്ടുള്ള ഒരു നിയമമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഈ രാജ്യത്തെ 3ാമത്തെ വലിയ ഭൂപ്രഭുവാണ് വഖഫ് ബോർഡ്. ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ച് അനുഭവിക്കുന്ന 3ാമത്തെ ഏറ്റവും വലിയ ഭൂവുടമസ്ഥൻ, വലിയ ഭൂപ്രഭു, വലിയ ഭൂജന്മി ആരാണ്? വഖഫ് ബോർഡാണ്. ആദ്യം അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ്, പ്രതിരോധ മന്ത്രാലയത്തിനാണ് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത്. രണ്ടാമത് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആണ്, റെയിൽവേ മന്ത്രാലയത്തിനാണ് രണ്ടാമത് ഭൂമിയുള്ളത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസും മിനിസ്ട്രി ഓഫ് റെയിൽവേസും കഴിഞ്ഞാൽ 3ാമത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖഫ് ബോർഡുകൾക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വഖഫ് ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധനയുമായി ബന്ധപ്പെട്ട ഭൂമിയല്ല. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? പെർമനന്റ് ഡെഡിക്കേഷനാണ്. വഖഫ് എന്നുള്ള അറബി വാക്കിന്റെ അർത്ഥം തന്നെ പ്രൊഹിബിഷൻ എന്നാണ്, നിരോധനം. ഒരിക്കൽ നിങ്ങളൊരു ഭൂമി വഖഫാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ ഭൂമി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ഭൂമിയുടെ മേലെ നിരന്തരമായ സ്ഥിരമായ ഒരു നിരോധനം നിങ്ങൾ ഏർപ്പെടുത്തുകയാണ്. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്. ഒരിക്കൽ വഖഫാണെങ്കിൽ പിന്നെ എല്ലായ്പ്പോഴും അത് വഖഫാണ് എന്നുള്ളതാണ് തത്വം. അപ്പൊ അങ്ങനെ ഇസ്ലാമിക നിയമപ്രകാരം ഒരാള് മതപരമായതോ പരിശുദ്ധമായതോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ മറ്റോ ആയിട്ട് നീക്കി വെക്കുന്ന ഭൂമിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് ഈ പള്ളിയുടെ ഭൂമിയോ മുസ്ലിങ്ങളുടെ സ്വകാര്യ സ്വത്തോ ഒന്നുമല്ല. ഇത്തരം ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ച ഭൂമി മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയുണ്ട്? ഇന്ത്യയിലെ 3ാമത്തെ ഏറ്റവും വലിയ ഭൂമിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ന് 9 ലക്ഷം ഏക്കർ ഭൂമി ഈ രാജ്യത്ത്, 8.5 ലക്ഷം പ്ലോട്ടുകളിലായിട്ട് 9 ലക്ഷം ഏക്കർ ഭൂമി, 1.2 lakh crore, 1.2 ലക്ഷം കോടി രൂപ മൂല്യം വരുന്ന ഭൂമി വഖഫ് ഭൂമിയാണ്. ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ പറയാം, ഇന്ത്യയിലെ അവസാനത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം, സെൻസസ് പ്രകാരം 80% ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഭൂമിയാണ് ഇന്ത്യ.
ഇന്ത്യയിലുള്ള മുഴുവൻ ക്ഷേത്രസ്വത്തും നിങ്ങൾ എടുത്തോളൂ. ഇന്ത്യയിലുള്ള കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ ക്ഷേത്രസ്വത്തും എടുത്തു കഴിഞ്ഞാൽ, ക്ഷേത്രഭൂമി എടുത്തു കഴിഞ്ഞാൽ 2022 HRNCയുടെ കണക്ക് പ്രകാരം 7 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഉള്ളതെങ്കിൽ ഇന്ത്യയിലെ വഖഫ് ഭൂമിയുടെ മാത്രം എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് 15% താഴെ ജനവിഭാഗത്തിന്റെ വഖഫായി നീക്കിവെച്ച ഭൂമിയുടെ മാത്രം എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് 9 ലക്ഷം ഏക്കറാണ്. ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത്? 1995 ഇന്ത്യയിലെ വഖഫ് ആക്ട് ഉണ്ടായ സമയത്ത് നടത്തിയിട്ടുള്ള വഖഫ് സർവേയിൽ ഇന്ത്യയിലാകെ വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് 4.5 ലാക്ക് ഏക്കേഴ്സ് ആയിരുന്നു, 4.5 ലക്ഷം ഏക്കർ. 2006 രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ, രജീന്ദ്ര സച്ചാറാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥയെ പറ്റി പഠിച്ചിട്ടുള്ള കമ്മീഷൻ, അവർ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ വഖഫ് ഭൂമിയുടെ സർവേ നടത്തിയിട്ടുണ്ട്. 2006 വഖഫ് സർവേ പ്രകാരമുള്ള വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് 6 ലാക്ക് ഏക്കേഴ്സ് ആണ്, 6 ലക്ഷം ഏക്കർ. അപ്പൊ തന്നെ 11 കൊല്ലം കൊണ്ട് 4 ലക്ഷം ഏക്കർ ഭൂമി 6 ലക്ഷം ഏക്കർ ഭൂമിയായി. 2024 പാർലമെന്റിൽ നമ്മൾ വഖഫ് ഭേദഗതി നിയമങ്ങൾ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് എത്രയായി? 9 ലക്ഷം ഏക്കർ. 1995 4 ലക്ഷം ഏക്കറിൽ നിന്ന് 2024 9 ലക്ഷം ഏക്കർ ആവുമ്പോൾ 30 വർഷം കൊണ്ട് ഭൂമി ഇരട്ടിയായി മാറുന്ന മഹേന്ദ്രജാലം സംഭവിക്കുകയാണ്. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? അത് സാധിക്കുന്നത് ഈ നിയമം തയ്യാറാക്കിയിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടാണ്. എന്താണ് ആ നിയമം ഉണ്ടാക്കിയിട്ടുള്ള വിചിത്രമായിട്ടുള്ള പദ്ധതി? ഈ നിയമപ്രകാരം ഇന്ത്യയിലെ ഏതെങ്കിലും ഭൂമി വഖഫാണോ അല്ലയോ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് തന്നെയാണ്. അതല്ലാതെ നിഷ്പക്ഷനായിട്ടുള്ള മൂന്നാമത്തെ ഒരു സ്വതന്ത്ര സംവിധാനമല്ല ഇന്ത്യയിൽ ഏതൊക്കെ ഭൂമി വഖഫാണ് ഏതൊക്കെ ഭൂമി വഖഫല്ല നിശ്ചയിക്കേണ്ടത്. ഇന്ത്യയിലെ വഖഫ് ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് നിശ്ചയിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം വഖഫ് ബോർഡുകൾക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇത് സാമാന്യ നീതിയുടെ പോലും ലംഘനമാണ്. സാമാന്യ നീതി, നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പൾസ് എന്താ പറയുന്നത്? നോബഡി ഷാൾ ബി എ ജഡ്ജ് ഇൻ വൺസ് ഓൺ കോസ്. ഞാൻ ഉൾപ്പെട്ടിട്ടുള്ള തർക്കത്തിൽ ഞാൻ തന്നെ ന്യായാധിപനാവാൻ പാടില്ല. ഞാനും നിങ്ങളും തമ്മിലൊരു വസ്തുവിന്റെ തർക്കം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും സ്വീകാര്യനായിട്ടൊരു മൂന്നാമനായിരിക്കണം അതിൽ ന്യായാധിപൻ. ഞാൻ എന്റെ ഏട്ടനെ കൊണ്ടുവന്നിട്ട് അതിൽ ജഡ്ജി ആക്കി കഴിഞ്ഞാൽ ഭൂമി എനിക്ക് തന്നെ കിട്ടുന്നുള്ള കാര്യത്തിൽ വേറെ തർക്കമൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ അളിയനെ കൊടുത്തിട്ട് അതിൽ ജഡ്ജി ആക്കി കഴിഞ്ഞാൽ ഭൂമി നിങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ സ്വീകാര്യനായിട്ടുള്ള നിഷ്പക്ഷനായിട്ടുള്ള ഒരു മൂന്നാമനാവണം ജഡ്ജി. പക്ഷേ വഖഫ്, ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള തർക്കത്തിൽ ഇവിടെ ന്യായാധിപനാവുന്നത് വഖഫ് ബോർഡ് തന്നെയാണ്. ആ വിഷയത്തിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആയിട്ടുള്ള, ഡയറക്ട്ലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, പാർട്ടിസാൻ ആയിട്ടുള്ള, പക്ഷപാതിത്വമുള്ള ഒരു പാർട്ടിയെ നിങ്ങൾ ആ കാര്യത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരിയാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? 30 കൊല്ലം കൊണ്ട് 4 ലക്ഷം ഏക്കർ ഭൂമി 9 ലക്ഷം ഏക്കർ ഭൂമിയാണ്. നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഓഫ് ഡൽഹി, NCR ഡൽഹിയുടെ 77% ഇന്ന് വഖഫ് ഭൂമിയാണ്. നമ്മുടെ സുപ്രീം കോടതി നിൽക്കുന്ന ഭൂമി വഖഫ് ഭൂമിയാണ്. നമ്മുടെ പാർലമെന്റ് നിൽക്കുന്ന ഭൂമി വഖഫ് ഭൂമിയാണ്. നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് നിൽക്കുന്ന ഭൂമി വഖഫ് ഭൂമിയാണ്. നമ്മുടെ സെൻട്രൽ വിസ്ത നിൽക്കുന്ന ഭൂമി വഖഫ് ഭൂമിയാണ്. ബാംഗ്ലൂരിലെ റേസ് കോഴ്സ് നിൽക്കുന്ന ഭൂമി വഖഫ് ഭൂമിയാണ്. എന്തിനേറെ പറയുന്നു, ഏറ്റവും അവസാനം 2024 കണക്ക് പ്രകാരം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അംബാനിമാരുടെ വീടുണ്ട് ബോംബെയിലെ അന്റീലിയ, ബോംബെയിലെ മറൈൻ ഡ്രൈവിനോട് ചേർന്നിട്ട് അന്റീലിയ നിൽക്കുന്ന സ്ഥലം വഖഫ് ഭൂമിയാണെന്നാണ് മഹാരാഷ്ട്ര വഖഫ് ബോർഡ് പറയുന്നത്. അംബാനിയുടെ ഭൂമിക്ക് പോലും ഈ രാജ്യത്ത് സുരക്ഷിതത്വമില്ല. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള എനിക്കോ നിങ്ങൾക്കോ എന്ത് സുരക്ഷയാണ് ഈ രാജ്യത്തുള്ളത്? ആനന്ദ രംഗനാഥന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ഹിന്ദുസ് ഇൻ ഹിന്ദുരാഷ്ട്രം, ഹൗ ഹിന്ദുസ് ആർ 8th class citizens in this land. എങ്ങനെയാണ് ഈ ഹിന്ദു രാഷ്ട്രത്തിലെ ഹിന്ദുക്കൾ 8ാം ക്ലാസ് പൗരന്മാരായി ജീവിക്കുന്നത്? 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒന്നുമല്ല, 8ാം ക്ലാസ് പൗരന്മാരായി ജീവിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഹിന്ദുസ് ഇൻ ഹിന്ദുരാഷ്ട്ര. അതിൽ അദ്ദേഹം പ്രസിദ്ധമായിട്ടുള്ളൊരു തമാശ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങളിൽ മാത്രമേ ഉറപ്പുള്ളൂ. എന്താ? 1, ജനിച്ചത് കൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ മരിക്കും. 2, മരിക്കുന്നത് വരെ നിങ്ങൾ നികുതി അടക്കേണ്ടി വരും. 3, ഈ മരിക്കുന്നത് വരെ നികുതി അടച്ച് ജീവിക്കുന്നതിനിടയിൽ എല്ലാ ദിവസവും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളൊരു വഖഫ് ഭൂമിയിലൂടെയെങ്കിലും സഞ്ചരിച്ചിരിക്കും. ഇന്ത്യയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് വഖഫ് ഭൂമി ഒഴിവാക്കി സഞ്ചരിക്കാതെ വരുന്നത് സാധ്യമല്ല. അത്രയേറെ ഭൂമിയുടെ വഖഫ് ഭൂമിയാണ്. നമ്മൾ കാണുന്ന ഭൂമി എല്ലാം വഖഫാണ്, അല്ലെങ്കിൽ നാളെ വഖഫ് ആവേണ്ടതാണ്. ഇന്ത്യയിലെ ഭൂമിക്ക് 2 തരമേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ ഇതിനോടകം തന്നെ വഖഫായത്, അല്ലെങ്കിൽ നാളെ വഖഫ് ആവേണ്ടത്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അത് പറയുമ്പോഴാണ് നമ്മൾ ഈ നിയമം ഭേദഗതി ചെയ്യേണ്ട ആവശ്യത്തിലേക്ക് വരുന്നത്. കാരണം ഈ നിയമം ഉണ്ടാക്കിയത് അങ്ങനെ വിചിത്രമായിട്ടുള്ള എന്തൊക്കെയോ സങ്കല്പങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ നിയമത്തിലെ സെക്ഷൻ 40 എത്രയോ കാലങ്ങളായിട്ട് തർക്കങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ രാജഗോപാല്, മധ്യപ്രദേശിലെ ബുറാൻപൂർ ഫോർട്ട്, നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലെ മുനമ്പം, ഇങ്ങനെ എത്രയോ ലക്ഷം മനുഷ്യന്മാരുടെ ഭൂമി തട്ടിപ്പറിക്കുന്ന ഈ ഫ്രാങ്കൻസ്റ്റീനെതിരെ 1995 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം?
ഈ വഖഫ് നിയമത്തിലെ സെക്ഷൻ 40. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പുറകിലേക്ക് കേൾക്കാമോ? കേൾക്കാം അല്ലേ? യെസ്. അപ്പോ ഈ വഖഫ് നിയമം നിങ്ങൾ ഒരു വട്ടം വഖഫ് ആക്ട് ഓഫ് 1995 നിങ്ങൾ ഒരു തവണ ഇന്ത്യയിലെ വഖഫ് ആക്ട് ഓഫ് 1995 ഒന്നെടുത്ത് വായിച്ചു നോക്കുക. ആ നിയമത്തിൽ എങ്ങനെയാണ് ഓരോ സെക്ഷൻസിൽ വഖഫ് ഭൂമിയെ നിശ്ചയിക്കുന്നത് എന്നുള്ളത് കാണാം. ആദ്യത്തെ സെക്ഷൻ മുതൽ പ്രശ്നമാണ്. വഖഫ് എന്താണെന്ന് പ്രോപ്പർലി ഡിഫൈൻ ചെയ്തിട്ട് പോലുമില്ല. സാധാരണ ലോകത്ത് എല്ലായിടത്തും വഖഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വഖഫ് അലൽ ഔലാദ്. ഒരു ഇസ്ലാമിക സങ്കല്പ പ്രകാരം ഒരു ഭൂമി വഖഫ് ഭൂമി ആവണമെങ്കിൽ അവിടെ 3 കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാ കണ്ടീഷൻ? ഒന്ന്, ഈ വഖഫ് ചെയ്യുന്ന ആൾക്ക്, ഈ വാക്കിഫ് എന്ന് പറയും, ഈ വഖഫ് ചെയ്യുന്ന ആൾക്ക് ഈ ഭൂമി വഖഫ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവണം. അയാൾക്ക് അയാളുടെ സ്വന്തം പേരിലുള്ള ഭൂമിയോ അയാൾക്ക് അർഹതപ്പെട്ട ഭൂമിയോ മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. 2, ഈ വഖഫ് ചെയ്യുന്ന ആള് മുസ്ലിം ആയിരിക്കണം എന്ന നിബന്ധനയുണ്ട്. ഓൺലി എ പ്രാക്ടീസിങ് മുസ്ലിം ക്യാൻ ഡു എ വഖഫ്. 3, ഈ വഖഫ് ചെയ്തതിന് സാക്ഷികളോ തെളിവുകളോ രേഖകളോ ആവശ്യമുണ്ട്. എന്നാൽ ഇന്ത്യയിലെ വഖഫ് നിയമപ്രകാരം നിങ്ങൾക്ക് വഖഫ് അലൽ ഔലാദ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ മാത്രമല്ല ഉള്ളത്. സെക്ഷൻ 2 പ്രകാരം വഖഫ് ബൈ യൂസർ. എന്താ വഖഫ് ബൈ യൂസർ? നിങ്ങൾക്ക് ഒരു ഭൂമിയുടെ മേലെ യാതൊരു അവകാശവും ഇല്ലെങ്കിലും ആധാരപ്രകാരമോ അല്ലെങ്കിൽ പൂർവിക ഭാഗപ്രകാരമോ നിങ്ങൾക്ക് സിദ്ധിച്ചിട്ടില്ലാത്ത ഭൂമിയാണെങ്കിൽ പോലും, മറ്റൊരാൾക്ക് അർഹതപ്പെട്ട ഭൂമിയാണെങ്കിൽ പോലും, നിങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ആ ഭൂമിയുടെ മേലെ മതപരമായിട്ടുള്ള ഒരു അവകാശം സിദ്ധിക്കുകയും ആ അവകാശം നിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അതാണ് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന പ്രൊവിഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ വഖഫ് നിയമം ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനത്തെ നിർവചിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ തുടങ്ങിയിട്ട് പ്രശ്നമാണ്. സാധാരണഗതിയിൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം പോലും ഒരു ഭൂമി വഖഫ് ആവണമെങ്കിൽ, ഒരു വഖഫ് നടത്തിയത് പ്രോപ്പർ വഖഫ് ആവണമെങ്കിൽ, വാലിഡ് വഖഫ് ആവണമെങ്കിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. അതാണ് വഖഫ് അലൽ ഔലാദ് എന്ന് പറയുക. ഒന്ന്, ഒരു പ്രാക്ടീസിങ് മുസ്ലിമിന് മാത്രമേ വഖഫ് നടത്താൻ സാധിക്കുള്ളൂ. വാക്കിഫ് ഷുഡ് ബി എ പ്രാക്ടീസിങ് മുസ്ലിം. 2, ഈ വഖഫ് നടത്തുന്ന ഭൂമി ആൾക്ക് അർഹതപ്പെട്ട ഭൂമിയായിരിക്കണം, ആൾക്ക് അധികാരമുള്ള ഭൂമിയായിരിക്കണം. 3, ഈ വഖഫ് നടത്തിയതിന് സാക്ഷികളോ തെളിവുകളോ ഉണ്ടാവണം. എന്നാൽ ഇന്ത്യയിലെ വഖഫ് നിയമപ്രകാരം ഒരാൾക്ക് വഖഫ് നടത്താൻ ഈ 3 നിബന്ധനകളും ബാധകമല്ല. മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ഇന്ത്യയിൽ വഖഫ് നടത്താം, ഒരു ഹിന്ദു ആയിട്ടുള്ള ആൾക്ക് വേണമെങ്കിൽ വഖഫ് നടത്താം. കാരണം എന്താ? നിയമത്തിൽ എനി മുസ്ലിം എന്നല്ല പറയുന്നത്, എനി പേഴ്സൺ എന്നാ പറയുന്നത്. ഏത് വ്യക്തി എന്ന മുസ്ലിം അല്ലാത്ത ഒരാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ വഖഫ് ചെയ്യിക്കാം. 2, ഈ ഭൂമി നിങ്ങൾക്ക് അധികാരപ്പെട്ട ഭൂമിയായിരിക്കണം എന്ന് യാതൊരു നിബന്ധനയില്ല. നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത ആരാന്റെ ഭൂമി വേണമെങ്കിലും നിങ്ങൾക്ക് വഖഫ് ചെയ്യാം. അതിനാണ് ഇന്ത്യൻ നിയമത്തിൽ മാത്രമുള്ള പ്രൊവിഷൻ. ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇല്ല. സൗദിയിലോ ഖത്തറിലോ തുർക്കിയിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവിടെയൊക്കെ വഖഫ് അലൽ ഔലാദ് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ നിയമത്തിൽ രണ്ടാമത്തെ ഒരു സാധനമുണ്ട്. സെക്ഷൻ 2 പറയുന്നു വഖഫ് ബൈ യൂസർ. എന്താ വഖഫ് ബൈ യൂസർ? വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ലാത്ത ഭൂമിയാണെങ്കിൽ പോലും നിരന്തരമായ മതപരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് നിങ്ങൾക്ക് ആ ഭൂമിക്ക് മേലെ അവകാശം സിദ്ധിക്കുകയും ആ അവകാശം നിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ 10 ദിവസം പുത്തരിക്കണ്ടം മൈതാനിയിൽ പോയിട്ട് നിസ്കാരം നടത്തി കഴിഞ്ഞാൽ 11ാം ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് പുത്തരിക്കണ്ടം മൈതാനി വഖഫ് ചെയ്യാം. ഭൂമി നിങ്ങളുടെ അവിടെ നിന്ന് യാതൊരു നിബന്ധനയില്ല. ആ ഭൂമിയുടെ ആധാരമോ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖയോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് ഒരു നിബന്ധനയില്ല. നിങ്ങൾ കുറേ ദിവസം അവിടെ മതപരമായിട്ടുള്ള എന്തെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ, ആ അനുഷ്ഠാനം കൊണ്ട് നിങ്ങൾക്ക് അവകാശം സിദ്ധിക്കുകയും ആ അവകാശം നിങ്ങൾ വഖഫ് ചെയ്യണം. അതാണ് വഖഫ് ബൈ യൂസർ. 3ാമത്തെ കാര്യം എന്താണ്? ഈ സാധനത്തിന് എന്തെങ്കിലും സാക്ഷികളോ തെളിവുകളോ രേഖകളോ ആവശ്യമില്ല. ഓറൽ വഖഫ് ഈസ് ഓൾസോ വഖഫ്. 1955 നിയമം പറയുന്നത് വഖഫ് ഷാൽ ബി വാലിഡ് ഈവൺ ഇഫ് ദ ഒറിജിനൽ ഡെഡിക്കേഷൻ ഇസ് ലോസ്റ്റ്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇല്ലെങ്കിൽ പോലും ആ വഖഫിനെ പ്രോപ്പറായി പരിഗണിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ, ഏത് കാലത്തെങ്കിലും നടത്തിയിട്ടുള്ള വഖഫ് നമുക്കിപ്പോഴും വഖഫ് എന്ന് പറയാൻ പറ്റും. ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തർക്കം ഉന്നയിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 40 ആണ്. സെക്ഷൻ 40 എടുക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? സെക്ഷൻ 40 പറയുന്നത് ഏതെങ്കിലും ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്നൊരു തർക്കം ഉടലെടുത്താൽ വഖഫ് ബോർഡിന് സ്വന്തം നിലയിൽ പരിശോധനകൾ നടത്തി ആവശ്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം വഖഫ് ബോർഡിന് സ്വന്തമായിട്ട് തീരുമാനിക്കാം. In case of a question whether a property is a waqf or not, the waqf board may itself decide.
വഖഫ് ബോർഡിന് സ്വന്തം നിലയിൽ തീരുമാനിക്കാമെന്ന്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സാമാന്യ തത്വത്തിന്റെ ലംഘനം, സാമാന്യ നീതി, നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾ, അവനവൻ ഉൾപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അവനവൻ തന്നെ ന്യായാധിപനാവാൻ പാടില്ല എന്ന് പറയുന്ന തത്വം പോലും അവിടെ ലംഘിക്കപ്പെടുകയാണ്. ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്താ, എല്ലാ ഭൂമിയും തർക്കമുടലെടുക്കുന്ന എല്ലാ ഭൂമിയും വഖഫ് ഭൂമിയായി മാറുകയാണ്. പോട്ടെ, ഇനി വഖഫ് ബോർഡിനാണ് ഇത് തീർക്കാനുള്ള അന്തിമമായിട്ടുള്ള അധികാരം. നിങ്ങൾ പറഞ്ഞു ശരി, ഈ വഖഫ് ബോർഡിന്റെ തീരുമാനം നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിലോ, ഈ വഖഫ് ബോർഡിന്റെ തീരുമാനം നീതിയുക്തമല്ല, അന്യായമാണ് എന്നൊരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കോടതികളെ സമീപിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. സെക്ഷൻ 40 clause 1, the decision of the Waqf board shall be final unless and until modified or revoked by a tribunal. അതായത് വഖഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായിരിക്കും, അല്ലെങ്കിൽ അതിനെ വഖഫ് ട്രൈബ്യൂണൽ പരിശോധിച്ച് പരിഷ്കരിച്ചിരിക്കണം. വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ വഖഫ് ബോർഡിന്റെ തീരുമാനങ്ങളെ പരിശോധിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പൊ സിവിൽ കോടതികൾക്കോ? രാജ്യത്ത് എമ്പാടും കോടതികൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. മുനിസിപ്പൽ കോടതി, സബ് കോടതി, ജില്ലാ കോടതി, അങ്ങനെയുള്ള കുറെ കോടതികളുണ്ടല്ലോ. ഈ കോടതികൾക്കൊന്നും അധികാരമില്ല. ഈ നിയമത്തിലെ സെക്ഷൻ 85 ബാർ ഓഫ് ജുറിസ്ഡിക്ഷൻ ഓഫ് സിവിൽ കോർട്സ്, വഖഫ് നിയമത്തിലെ തന്നെ സെക്ഷൻ 85 പറയാണ്, സിവിൽ കോടതികൾക്ക് വഖഫുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കേൾക്കാനുള്ള അധികാരമില്ല. നിങ്ങളൊരു നിയമം ഉണ്ടാക്കിയിട്ട് ആ നിയമത്തിലെ കോടതികളെ പുറത്തു നിർത്തിയിരിക്കുകയാണ്. കോടതികൾക്ക് ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ബഹുമാനപ്പെട്ട പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കിയിട്ട് നിയമത്തിനുള്ളിൽ തന്നെ പറയാം. ശരി, സിവിൽ കോടതികൾക്ക് കേൾക്കാനുള്ള അധികാരമില്ല, വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമേ കേൾക്കാനുള്ള അധികാരമുള്ളൂ. എന്നാൽ വഖഫ് ട്രൈബ്യൂണലിനോട് 100% ജുഡീഷ്യൽ സംവിധാനമാണോ? വഖഫ് ട്രൈബ്യൂണൽ ഞങ്ങൾക്ക് നീതി തരുന്നുള്ളൊരു ഉറപ്പുണ്ടോ? വഖഫ് ബോർഡ് ഒരു നിഷ്പക്ഷമായിട്ടുള്ള സംവിധാനമാണോ? അല്ല. വഖഫ് ബോർഡിന് കൃത്യമായിട്ടുള്ള മതപരമായിട്ടുള്ള പക്ഷപാതിത്വം ഉണ്ട്. വഖഫ് ബോർഡിന്റെ ജുഡീഷ്യൽ നേച്ചർ തന്നെ കോംപ്രമൈസ്ഡ് ആണ്. എങ്ങനെയാ? വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ 3 അംഗങ്ങളുള്ള ഒരു ബോഡിയാണ്. ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ നേച്ചർ നിയമം പറയുന്നത് വെച്ചാൽ വഖഫ് ട്രൈബ്യൂണൽ ഷാൽ കൺസിസ്റ്റ് ഓഫ് 3 members. 3 മെമ്പർമാരാണുള്ളത്. അതിൽ ഒരു മെമ്പർ ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറാണ്, ഡിസ്ട്രിക്ട് ജഡ്ജാണ്. രണ്ടാമത്തെ മെമ്പർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിലെ സെക്രട്ടറിയുടെ റാങ്കിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സമ്മതിച്ചു, രണ്ടും ഓക്കെയാ. മൂന്നാമത്തെ ആളാരാ? മൂന്നാമത്തെ ആള് ഇസ്ലാമിക മത നിയമങ്ങളിൽ പാണ്ഡിത്യമുള്ള ഒരു മുസ്ലിം സ്കോളർ. അതെന്തിനാ? ജുഡീഷ്യൽ സംവിധാനത്തിനുള്ള ഒരു മതത്തിന്റെ പാണ്ഡിത്യമുള്ള സ്കോളർ. അവിടെ ആ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജുഡീഷ്യൽ ബോഡിയുടെ വെരി ബേസിക് ജുഡീഷ്യൽ നേച്ചർ തന്നെ നഷ്ടപ്പെട്ടു. നിങ്ങൾ അതിലേക്ക് ഒരു മതത്തിന്റെ പ്രതിനിധിയെ കൊണ്ടുവച്ചപ്പോൾ അതൊരു മതപരമായിട്ടുള്ള ബോഡിയായി മാറി. വേറെ ഏതെങ്കിലും മതങ്ങൾക്ക് സമാനമായിട്ടുള്ള പ്രിവിലേജ് ഉണ്ടോ? വേറെ ഏതെങ്കിലും മതങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കേൾക്കാൻ അവരുടെ മതനിയമത്തിൽ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതൻ ഉൾപ്പെടുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനം ഉണ്ടോ? ഇല്ല. എന്നാൽ ഈ ട്രൈബ്യൂണൽ തീരുമാനത്തിനെതിരെ നിങ്ങൾക്ക് അപ്പീൽ പോകാൻ സാധിക്കും? അപ്പീലില്ല. വഖഫ് നിയമത്തിൽ പറയുന്നത് വഖഫ് ബോർഡിന്റെ വഖഫ് ട്രൈബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ പോലെ അപ്പീൽ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല എന്നാണ് വഖഫ് ആക്ടിൽ പറയുന്നത്. പിന്നീട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിയമം ഞങ്ങൾക്ക് അപ്പീൽ അധികാരം ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരം ഇല്ലേണ്ടിയാവില്ല, അവിടെ ജുഡീഷ്യൽ റിവ്യൂവിന് അധികാരം ഞങ്ങൾക്ക് ഉണ്ടാവും, ഞങ്ങൾ റിവ്യൂ നടത്തും. ഇതുകൊണ്ട് കോടതികൾ സ്വന്തം രീതിയിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും റിവ്യൂ നടത്തുന്നുണ്ട്. പക്ഷെ വഖഫ് നിയമപ്രകാരമാണെങ്കിൽ കോടതികൾക്ക് യാതൊരു അധികാരവും ഇല്ല. ഹൈക്കോടതിക്ക് പോലും ആ കാര്യത്തിലേക്ക് എത്തി നോക്കാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ആദ്യം നിങ്ങൾ ഈ വഖഫ് എന്ന് പറയുന്ന ഭൂമി എന്താന്ന് ഡിഫൈൻ ചെയ്തില്ല. രാജ്യത്തെ ഏത് ഭൂമിയും വഖഫാക്കി മാറ്റാനുള്ള ഒരു ഒഴിഞ്ഞ ഒരു പരന്ന വിശദീകരണം നിങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് ഈ കാര്യത്തിൽ തീരുമാനം കൽപ്പിക്കാനോ രാജ്യത്തെ സിവിൽ കോടതികളെ മുഴുവൻ ഒഴിവാക്കിയിട്ട് നിങ്ങളൊരു വഖഫ് ബോർഡ് എന്നൊരു സംവിധാനത്തെ രൂപീകരിച്ചു. ഈ വഖഫ് ബോർഡ് ആവട്ടെ പൊതുസമൂഹത്തിലെ എല്ലാ പ്രതിനിധികളും ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണോ? അല്ല. വഖഫ് ബോർഡിന് 100% എക്സ്ക്ലൂസീവ് മുസ്ലിം ബോഡിയാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മാത്രം. വഖഫ് ബോർഡിന്റെ ബോഡി എങ്ങനെയാ? വഖഫ് ബോർഡിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? വഖഫ് ബോർഡിന് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന മുസ്ലിം ആയിട്ടുള്ള ചെയർമാൻ, പിന്നീട് മുസ്ലിം MP-മാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രതിനിധി, മുസ്ലിം MLA-മാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രതിനിധി, ബാർ കൗൺസിലിലെ മുസ്ലിം അഭിഭാഷകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രതിനിധി. ഇങ്ങനെയാണ് വഖഫ് ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. 100% എക്സ്ക്ലൂസീവ് മുസ്ലിം ബോഡി വിത്തൗട്ട് 0 റെപ്രസെന്റേഷൻ, 0 റെപ്രസെന്റേഷൻ. വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്ന രാജ്യത്തെ മുസ്ലിങ്ങളുടെ മാത്രം ഭൂമിയല്ല. വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്ന രാജ്യത്തെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ബുദ്ധരുടെയും ജൈനരുടെയും സിഖുകാരുടെയും മതമില്ലാത്തവരുടെയും സർക്കാരിന്റെയും ഒക്കെ ഭൂമിയാണ്. ഏത് ഭൂമിയും വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ അധികാരമുള്ള ഒരു സംവിധാനം എങ്ങനെയാണ് 100% ഒരു മത സംവിധാനമാവുന്നത്? ഒരു മതത്തിന്റെ മാത്രം പ്രാതിനിധ്യം. എന്നിട്ട് അതിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഈ നിയമത്തിന് കീഴിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രൈബ്യൂണലിന് മാത്രമേ സാധിക്കുള്ളൂ നിങ്ങൾ പറയുന്നു. ആ ട്രൈബ്യൂണലിന്റെ ഉള്ളിൽ നിങ്ങൾ മതത്തെ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നു. ആ ട്രൈബ്യൂണലിന്റെ ഉള്ളിൽ നിങ്ങൾ മതത്തിന്റെ പ്രതിനിധിയെ കൊണ്ടുവച്ചിരിക്കുന്നു. അതിന് മുകളിൽ അപ്പീൽ അധികാരം ഉണ്ടാവുന്നില്ല. സിവിൽ കോടതികളെ നിങ്ങൾ പുറത്തു നിർത്തിയിരിക്കുന്നു. ഇത് എന്ത് തരം നീതിയാണ് സൃഷ്ടിക്കുന്നത്?
ഈ നിയമം നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കണം. ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ എങ്ങനെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായി എന്ന് ആലോചിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു. അത്രയും വിചിത്രമായിട്ടുള്ള നിയമമാണ്. 1 മുതൽ 108 വരെയുള്ള സെക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ 108 സെക്ഷനും കോമഡിയാണ്. എങ്ങനെയാണത് സാധിച്ചത് ഈ പാർലമെന്റിൽ? എനിക്ക് തോന്നുന്നു 1995 ഈ നിയമം ഉണ്ടാക്കുമ്പോൾ ഈ ബാബറി മസ്ജിദ് ഡെമോളിഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗം അല്ലാതെ പ്രകോപിതരായി നിന്നിരുന്ന സമയത്ത് അവർ സമാധാനിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയുള്ള ഒരു നിയമമാണ്. ആ സമയത്ത് വലിയ പ്രതിഷേധത്തിനൊന്നും ആരും തുനിഞ്ഞതുമില്ല തോന്നുന്നു. ആരും അല്ലാണ്ട് വായിച്ചു നോക്കാനൊന്നും പോയില്ല തോന്നുന്നു. പക്ഷെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് എന്താ, എങ്ങനെയാണ് ഈ നിയമം ഉണ്ടാക്കിയത്? സെക്ഷൻ 5 ഞാൻ ചില സെക്ഷൻസ് മാത്രം പറയാം. സെക്ഷൻ 2 ഞാൻ നേരത്തെ പറഞ്ഞു, വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് അർഹതയില്ലാത്ത ഭൂമി വേണമെങ്കിൽ നിങ്ങൾക്ക് വഖഫ് ചെയ്യാം എന്നാണ് സെക്ഷൻ 2 പറയുന്നത്. സെക്ഷൻ 5 അതായത് ഏതെങ്കിലും ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി സർവേ നടത്താനുള്ള അധികാരമുണ്ടല്ലോ, സർവേ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യാനുള്ള സെക്ഷനാണ്. ആ സെക്ഷൻ 5 പറയുന്നത് ഈ രാജ്യത്തെ ഏത് ഭൂമിയും വഖഫാണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി ഇവർക്ക് സർവേ നടത്താം. സർവേ നടത്തുന്ന ചെലവ് എവിടുന്ന് കൊടുക്കണം? ഗവൺമെന്റിന്റെ എക്സ്ചക്കറിന് കൊടുക്കണം. സർക്കാർ ഖജനാവിൽ നിന്നാണ് സർവേയുടെ ഫണ്ട്. 1954 ഉണ്ടാക്കിയിട്ടുള്ള വഖഫ് ആക്ടില് സർവേയുടെ കോസ്റ്റ് എടുക്കേണ്ടിയിരുന്ന മുത്തവല്ലികളായിരുന്നു. ആരാണോ ഈ പറയുന്ന വഖഫ് പ്രോപ്പർട്ടിയുടെ മെയിൻ്റനൻസ് നടത്തുന്നത്, അവിടെ നിന്ന് ആദായം എടുക്കുന്നത്, ആ ആൾക്കാരാണ് സർവേ നടത്തേണ്ടത്. ഇവിടെ പറയുന്നു, സെക്ഷൻ 5 പറയുന്നു, സർവേയുടെ കോസ്റ്റ് ഷാൾ ബി ബോൺ ബൈ ദ ഗവൺമെന്റ്. സർക്കാർ ചെലവ് വഹിക്കണം. പോട്ടെ, ഇതിൽ സെക്ഷൻ 23 എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ വഖഫ് ബോർഡാണ്. ഈ നിയമത്തിന് കീഴിൽ നിങ്ങൾക്ക് CEO എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ സാധിക്കും. സെക്ഷൻ 30 എന്താണ്? ഇഷ്യൂ ഡയറക്ഷൻ ടു എന്താണ്? കണ്ടക്ട് മ്യൂട്ടേഷൻ ഇൻ റവന്യൂ റെക്കോർഡ്. റവന്യൂ രേഖകളിൽ ഒരു ഭൂമിയുടെ തരം, സ്വഭാവം, രൂപമൊക്കെ വർണ്ണിച്ചിട്ടുണ്ടാവില്ലോ. ആ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ റവന്യൂ രേഖകൾ ക്രമകരവുമായിട്ടുള്ള അധികാരങ്ങൾ കൊടുത്ത് നിങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ജൽപ്പനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സർവാധികാരങ്ങളോടുകൂടി നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള അധികാരങ്ങൾ വരെ ഇവർക്കുണ്ട്. സെക്ഷൻ 54 പവർ ടു റിമൂവ് എൻക്രോച്ച്മെന്റ് ഓഫ് വഖഫ് പ്രോപ്പർട്ടി. ഏതെങ്കിലും വഖഫ് ഭൂമി ആരെങ്കിലും കൈവശം വെച്ചതായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ 45 ദിവസങ്ങൾ അവരവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം. ഇറങ്ങിയിട്ടില്ലെങ്കിൽ അവരെ 2 വർഷം വരെ തടവിന് ശിക്ഷിക്കാനുള്ള അധികാരം മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങളാണ്. അതേപോലെ തന്നെ സെക്ഷൻ 41 പ്രകാരമാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണെങ്കിൽ ഒരു കണ്ടൻഷൻ ഇവർക്ക് ഉണ്ടെങ്കിൽ ഭൂമിയാണെങ്കിൽ മാത്രമേ നോട്ടീസ് നിയമപ്രകാരം നോട്ടീസ് ട്രസ്റ്റോ സൊസൈറ്റി ആണെങ്കിലും കൊടുക്കണ്ടു. ഒരു നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ വഖഫ് ബോർഡ് വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിയമവ്യവഹാരങ്ങളിലും വഖഫ് ബോർഡ് ഒരു നിർബന്ധിത കക്ഷിയാണ്.